السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് കൊണ്ട് വിജയിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒട്ടേറെ നന്മകളാൽ സമൃദ്ധമാണ് നോമ്പ്. ഒരുപാട് പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നോമ്പ് വരുന്നത്. വെറും പട്ടിണി കിടക്കൽ മാത്രമല്ല, നോമ്പ് നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളൊക്കെ നാം ആലോചിക്കുകയുണ്ടായി. മറ്റൊന്നാണ് സമയനിഷ്ഠ. സമയത്തിൻ്റെ മൂല്യവും വിലയും മനുഷ്യൻ അറിയേണ്ടതുണ്ട്. എല്ലാ ആരാധനകളും അങ്ങനെ തന്നെയാണ്. നിസ്കാരം, ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബുൻ മൗഖൂത, ഹജ്ജും സക്കാത്തും എല്ലാം സമയബന്ധിതമാണ്. പക്ഷെ നോമ്പുകാലമായാൽ നമ്മൾ ആ വിഷയത്തിൽ കുറച്ചുകൂടി ജാഗ്രത പാലിക്കും. ഈ സമയത്തിനാണ് നമ്മൾ ആയുസ് എന്ന് പറയുന്നത്. അള്ളാഹു നൽകിയ സമയം, അത് നമ്മുടെ ജീവിതമാണ്. ആ സമയം തീരുമ്പോൾ നമ്മുടെ ആയുസ് തീർന്ന് നമ്മൾ ഇവിടുന്ന് യാത്ര പോവുകയായി. ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ കിട്ടിയ സാധനമാണ് സമയം. പണം എല്ലാവർക്കും ഒരുപോലെയല്ല ലഭിച്ചത്. സൗന്ദര്യം, ആരോഗ്യം, സമ്പത്ത്, അധികാരം ഇതൊക്കെ വ്യത്യസ്ത തോതിലാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കിട്ടിയ വസ്തു സമയമാണ്. സമയം കഴിഞ്ഞവർ ഇന്ന് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ സമയത്തിൻ്റെ പ്രാധാന്യം, കമ്മിറ്റി മീറ്റിങ്ങുകളായാലും പൊതുസമ്മേളനങ്ങളായാലും ഒക്കെ കൃത്യസമയത്ത് തുടങ്ങാനുള്ള സമയത്തിൻ്റെ മൂല്യം, ഓരോ സെക്കൻഡുകളും മുത്തുരത്നങ്ങളെക്കാൾ വിലയേറിയതാണ്. ഒരു പൊതുസമ്മേളനം നടക്കുന്നു, ഒരു മുഖ്യപ്രഭാഷകൻ 1 മണിക്കൂർ വൈകിയെത്തിയാൽ എത്രയും ആളുകളുടെ, 10,000 ആളുകളുടെ ഓരോ മണിക്കൂർ വീതമാണ് വൈകുന്നത്. നിക്കാഹിന് പുതിയാപ്പള നേരം വൈകി വരലൊക്കെ ഒരു ഫാഷനായി മാറി ഇക്കാലത്ത്. കമ്മിറ്റി മീറ്റിങ്ങുകളിൽ പ്രസിഡന്റ് എത്താൻ വൈകുന്നു. നോട്ടീസിൽ നമ്മൾ 10 മണിക്ക് പരിപാടി തുടങ്ങുമെന്ന് കൊടുത്താൽ 10 എന്ന് പറഞ്ഞാൽ 11 ആവും അല്ലേ ഉസ്താദ് എന്ന് വിളിച്ച് ചോദിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ 11 ആണ് എന്നാണ് നമ്മുടെ ധാരണ. ആ ധാരണ വിശുദ്ധ നോമ്പ് മാറ്റുകയാണ്. നോമ്പ് കാലത്ത് എത്ര ജാഗ്രതയോടെയാണ് നമ്മൾ സമയത്തെ കൈകാര്യം ചെയ്യുന്നത്. സുബഹിയുടെ സമയമായാലും മഗ്‌രിബിന്റെ സമയമായാലും ഓരോ മിനിറ്റും വളരെ ശ്രദ്ധിച്ച്, മറ്റുള്ള ജമാഅത്തുകൾക്കൊക്കെ നിസ്കാരവും ജമാഅത്ത് തുടങ്ങുന്ന സമയവും ഇഖാമത്തിന്റെ സമയവും ഒക്കെ നോക്കി വെച്ച് 30 ദിവസം നമ്മൾ അത് പരിശീലിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഒരു ദിവസം 24 മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് അത്താഴ സമയം. വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂന. മുത്തഖീങ്ങൾക്ക് അല്ലാഹു സ്വർഗം നൽകുന്നു. അതിനവർ വലിയ സുഹൃതം ചെയ്തവരാണ്. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂന. അവരാണ് ഏറ്റവും നല്ല മുഹ്സിനീങ്ങൾ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ. അപ്പോൾ ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത്താഴത്തിൻ്റെ സമയം 30 ദിവസം നമ്മൾ ആ സമയം എഴുന്നേൽക്കുകയാണ്, പരിശീലിക്കുകയാണ്. പിന്നീടും പെരുന്നാൾ ദിവസം നമ്മൾ കിടന്നുറങ്ങുകയാണ്. സുബ്ഹി ഖളാ എന്ന രീതിയാണെങ്കിൽ നോമ്പ് തമ്മിൽ ഒരു ചൈതന്യവും സൃഷ്ടിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ മറ്റൊരു സമയമാണ് നോമ്പ് വിജയകരമായി പൂർത്തിയാകുന്ന മഗ്‌രിബിന്റെ സമയം. മഗ്‌രിബ് വാങ്ക് കൊടുക്കുന്ന ആ ഒരു നിമിഷം വളരെ പ്രധാനമാണ്. ഏറ്റവും ക്ഷമയേറിയ, ദൈർഘ്യമേറിയ ഒരു ആരാധന. അത് മനോഹരമായി പര്യവസാനിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ മറ്റുള്ള ബഹളങ്ങളിലോ മറ്റൊന്നും വ്യാപൃതരാകരുത്. ഭക്ഷണം വിളമ്പുകയും കൊടുക്കുകയും ചെയ്യുന്ന തിരക്കിൽ അതിൻ്റെ വില നാം അറിയാതെ പോകരുത്. നോമ്പുകാരന് 2 സന്തോഷമാണ്. അതിലൊരു സന്തോഷം ഫർഹത്തുൻ ഇൻദൽ ഫിത്ർ, നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള സന്തോഷം. അത് ഈ ആഹാരം മുഴുവനും കഴിക്കാം എന്നോർത്തുള്ള സന്തോഷമല്ല. ദുആ ചെയ്താൽ എൻ്റെ റബ്ബ് സ്വീകരിക്കുമല്ലോ, എനിക്കിപ്പോൾ വേണമെങ്കിൽ എന്തും എൻ്റെ റബ്ബിനോട് ചോദിക്കാമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മസംതൃപ്തിക്കാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. അല്ലാതെ ഈ മുന്നിൽ വിളമ്പി വെച്ചിരിക്കുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കാമെന്നുള്ള ആ ഒരു സന്തോഷമല്ല. അപ്പം ഇൻഷാ അല്ലാഹ് ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധത്തിൽ സമയത്തെ പരിപാലിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.
സമയത്തിന് നമ്മൾ ആയുസ് എന്ന് പറയും. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അത് സമയമാണ്. സെക്കൻഡുകൾ മിനിറ്റുകളായി, മിനിറ്റുകൾ മണിക്കൂറുകളായി, ദിവസമായി, ആഴ്ചയായി, മാസമായി, വർഷമായി. ഇതിനാണ് സമയം എന്ന്. ഇതാണ് ആയുസ്. ഇതാണ് ഒരു മനുഷ്യൻ. ആയുസ് തീർന്നവർ വേഗം വേഗം കളം വിട്ടു പോകുന്നു. ഇനി നമുക്ക് എത്ര ആയുസ്സുണ്ട് നമുക്കറിയില്ല. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലോ, എക്സ്റേ എടുത്താലോ, സ്കാൻ ചെയ്താലോ നമുക്കറിയില്ല ഇനി എത്ര സമയം ബാക്കിയുണ്ടെന്ന്. അത് അള്ളാഹുവിൻ്റെ കയ്യിൽ ഭദ്രമാണ്, നിക്ഷിപ്തമാണ്. നമ്മൾക്ക് ഉത്തരവാദിത്തമുള്ളത് പ്രാർത്ഥിക്കുക തന്നെ. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സും നൽകട്ടെ. ഈ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത ആളുകളാണ് മരണനേരം വിലപിക്കുക. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അല്പസമയത്തിന് വേണ്ടി ഇവൻ അള്ളാഹുവിനോട് യാചിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അത് വ്യാമോഹമാണ്, അതിമോഹമാണ്. അവന്റെ ആർത്തിയാണ്, അല്പസമയത്തിനോടുള്ള ആർത്തിയാണ്. ഇത് എല്ലാവരും പറയുന്നതല്ല. ഇത് സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കാതെ ജീവിച്ച ആളുകൾക്കുള്ള അവരുടെ മാത്രം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സന്ദർഭത്തെയാണ് വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തെ പരിപാലിക്കാനും പരിഗണിക്കാനും സമയത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം ജീവിതത്തിൽ കൊടുക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് മനുഷ്യരെ പഠിപ്പിക്കുകയാണ് നോമ്പിന്റെ മറ്റൊരു ലക്ഷ്യം. വെറും പട്ടിണിയല്ല നോമ്പ്, വെറും പട്ടിണിയല്ല. നോമ്പ് വളരെ വലിയൊരു സർവകലാശാലയാണ്. ഈ നോമ്പിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നല്ലവനായി ജീവിച്ച് അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിനെ സമയത്തെ ഫലപ്രദമായി വിനിയോഗിച്ച് രണ്ട് ലോകം വിജയിക്കുന്നവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.